ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു പച്ചമാങ്ങ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും ഇത്തിരി കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു ടീസ്പൂൺ ഉഴുന്നാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. കടുക് പൊട്ടി വരുമ്പോൾ ഉഴുന്ന് ചേർത്ത് ലൈറ്റായിട്ട് ഉഴുന്നിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിനകത്തേക്ക് ഒരു 2-3 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്തതിന് ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത്, ഒരു 3-4 വെളുത്തുള്ളി കനം കുറച്ച് അരിഞ്ഞതുമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതുകൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് ചേഞ്ചായി വരണം. എന്നാൽ ഒരുപാടങ്ങ് ചേഞ്ച് ആവുകയും ചെയ്യരുത്. ഒന്ന് ചേഞ്ചായി വരുന്ന ഒരു സ്റ്റേജ്. ഒരുപാടങ്ങ് റോസ്റ്റ് ആവുകയും ചെയ്യരുത് കേട്ടോ. ഈ സമയത്ത് നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള 2 മാങ്ങയാണ്. ഇതുപോലെ കുറച്ച് വലിയ പീസാക്കി കട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. ചെറിയ മധുരമുള്ള മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വിളഞ്ഞ മാങ്ങ എടുക്കുക. ഒരുപാട് പഴുത്ത മാങ്ങ എടുക്കണ്ട, എന്നാൽ പച്ചമാങ്ങ എടുക്കരുത്. ആ ഒരു പരുവം. നല്ല വിളഞ്ഞ മാങ്ങ നോക്കി എടുക്കുക കേട്ടോ. അധികം പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ചെറുതായിട്ട് കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. പുളിയില്ല കേട്ടോ. മധുരം സ്റ്റാർട്ട് ചെയ്തൊരു പരുവമാണ്. ഇതാണ് ഞാൻ എടുത്തത്. കുറച്ചുകൂടി നല്ല വിളഞ്ഞ മാങ്ങയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റാണ്. ചെറിയ ഒരു പുളിയൊക്കെയുള്ള പച്ചമാങ്ങ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ഒരുപാട് പുളിയുള്ള പച്ചമാങ്ങ എടുക്കരുത്. ഒരു ചെറിയ പുളിയൊക്കെയുള്ള പച്ചമാങ്ങയാണെങ്കിലും ടേസ്റ്റാണ്. ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും. ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന മുളക് പൊടിയാണ്. നമ്മൾ വറ്റൽമുളകൊക്കെ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ എരിവിനനുസരിച്ച് കേട്ടോ, അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. കുറച്ച് മധുരമൊക്കെ ഉള്ള ഒരു കറിയാണ്. അപ്പോൾ അത്യാവശ്യത്തിന് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാത്രം എരിവ് ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1/2 ടീസ്പൂണിന് പുറത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം ഫ്ലെയിം നല്ല ലോയിൽ വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ് കേട്ടോ. ഒരു ഗ്ലാസ്സോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ച് നമ്മുടെ മാങ്ങയൊക്കെ വേവണം. എന്നാൽ അങ്ങ് ഉടയുന്ന പരുവാവുകയും ചെയ്യരുത്. നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇത് നല്ലപോലെ തിളക്കട്ടെ കേട്ടോ. ജസ്റ്റ് തിളയ്ക്കുക, അത്രയും മതി. ഒരുപാടിട്ട് തിളച്ച് മാങ്ങ വേവുന്ന പരുവാവരുത്. അതിന് മുന്നേ ഇത് ചേർത്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് തിളയ്ക്കണം, അത്രയേ ഉള്ളൂ. നല്ലപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ് കേട്ടോ. ഒരു 2 അച്ച് ശർക്കരയോളം നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വലിയ അച്ചൊക്കെ ആണെങ്കിൽ കുറച്ച് ഒരു 1.5 ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പം ഞാനിതിനകത്ത് ചെറുത് നോക്കിയിട്ടാണ് 2 ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു അളവിലാണ് 2 ചേർക്കുന്നത് കേട്ടോ. അത് അത്യാവശ്യം മധുരം ഉണ്ടാവും. മധുരവും എരിവും എല്ലാം കൂടെ ചേർന്നിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. പച്ചമാങ്ങ ആണെങ്കിലും കുഴപ്പമില്ല, ഓവർ പുളിയുള്ള മാങ്ങ എടുക്കരുത്. കാരണം ഈ ശർക്കരയൊക്കെ ചേരുമ്പോഴത്തേക്കും ആ ഒരു മധുരം ആ ഒരു മാങ്ങയിലേക്കും പിടിക്കും. എന്നാലും ചെനച്ച മാങ്ങ നമ്മുടെ വിളഞ്ഞ് പഴുക്കാറാവുന്ന ഒരു പരുവമുണ്ടല്ലോ, ഒരു മധുരമാകുന്ന ഒരു പരുവം. ഒരുപാട് പഴുത്ത മാങ്ങ എടുത്താലും ടേസ്റ്റ് ഉണ്ടാവില്ല, പെട്ടെന്നങ്ങ് ഉടഞ്ഞുമൊക്കെ പോകും. അതായത് പച്ചമാങ്ങയുടെ പരുവം മാറി ചെറിയ മധുരം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജ്, ആ ഒരു മാങ്ങയാണ് എടുക്കേണ്ടത്. കറക്റ്റായിട്ട് ആ ഒരു പരുവമാണ് നല്ലത്. ഇനി ഇത് നന്നായിട്ട് തിളച്ചിട്ട് നമ്മൾ ശർക്കരയൊക്കെ ഒന്ന് ഉരുകി വരട്ടെ. അപ്പോൾ എന്താ വെച്ചാൽ മാങ്ങ ഒരുപാടങ്ങ് ഉടഞ്ഞു പോരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ ഒന്ന് ചെറുതായിട്ടൊക്കെ ഉടയാം, കുഴപ്പമില്ല. ഒരുപാടങ്ങ് ഉടഞ്ഞങ്ങ് മിക്സായി ഇങ്ങനെ കുഴമ്പ് പരുവാവുമല്ലോ, ആ ഒരു രീതിയിലൊന്നും ആവരുത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക. ശർക്കര നന്നായിട്ട് അലിഞ്ഞ് ആ മധുരമൊക്കെ നമ്മുടെ മാങ്ങയിലേക്ക് നന്നായിട്ട് പിടിക്കണം. പുളിയും എരിവും മധുരവും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പ്രത്യേക സ്വാദുള്ള ഒരു കറിയാണ് കേട്ടോ. നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. നമ്മൾ മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങ അരച്ചിട്ടൊക്കെ അല്ലേ ചേർക്കുക, ആ ഒരു രീതിയൊന്നുമല്ല ഇത്. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അത്യാവശ്യം നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നു. ഇനി ഇത് നന്നായിട്ട് ശർക്കരയൊക്കെ അലിഞ്ഞ് ഒരു കുറച്ച് ഒരുപാടങ്ങ് വെള്ളം പോലെയല്ല, കുറച്ച് തിക്കായിട്ട് വരണം. എന്നാൽ ഓവർ തിക്കാവാനും പാടില്ല. അതാണ് അതിൻ്റെ ഒരു പരുവം. ഓവറായിട്ട് തിക്കായി കഴിഞ്ഞാലും ഇരിക്കുമ്പോൾ ഒരുപാട് അങ്ങ് കുറുകിപ്പോവും. ഒരു മീഡിയം പരുവത്തിൽ വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാൻ. കണ്ടോ, മാങ്ങയൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. ഒന്നുകൂടെ ഒന്നാവട്ടെ, ഒന്നുകൂടെ ഒന്ന് തിക്കായി കിട്ടണം കേട്ടോ.
മാങ്ങ ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത്രയും ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഒത്തിരി അങ്ങ് ഉടയരുത്, ഒന്ന് നന്നായി ഒന്ന് വെന്ത് വരണം, ആ ഒരു പരുവായിരിക്കണം. കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ മധുരമൊക്കെ കറക്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്, നല്ലൊരു മണവും ഒക്കെയാണ്. മസ്റ്റായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പച്ചമാങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അപ്പോൾ എന്താ വീണ്ടും നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഈ ഒരു പരുവം മതിയാവും കേട്ടോ. ഒത്തിരി തിക്കായി കഴിഞ്ഞാൽ ഇരിക്കുമ്പോൾ അത് ഒന്നുകൂടെ കുറുകും, കാരണം നമ്മൾ ശർക്കരയൊക്കെ ചേർത്തതാണല്ലോ. നല്ല ടേസ്റ്റാണ്. അത്യാവശ്യം എരിവ് ചേർക്കുക, മധുരവും എരിവും പുളിയും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല സ്വാദാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കറി മാത്രം മതി കേട്ടോ ചോറിനാൻ, അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ കാണിച്ചു തരാം, എൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു പരുവത്തിലാണ്, ഒരുപാട് വെള്ളം പോലെ ആവരുത്, ഒരുപാട് തിക്കും ആവരുത്, ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാൻ ഓഫ് ചെയ്ത് കൊടുക്കുന്നത്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക, എല്ലാ പ്രായത്തിലുള്ളവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. 2 മാങ്ങ മതിയാവും നമുക്ക് ഈ ഒരു കൂട്ടുണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഞാൻ പറഞ്ഞ പോലെ പച്ചമാങ്ങ റെസിപ്പീസ് ഒരുപാട് ചാനലിൽ ചെയ്തിട്ടുണ്ട്, പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക, റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ, റിപ്ലൈ തരുന്നതായിരിക്കും. സിമ്പിളാണ്, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ജസ്റ്റ് ഒരു 5-10 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. കാരണം അറിയാലോ, മാങ്ങയ്ക്ക് അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ മാങ്ങ വെന്ത് കിട്ടുകയും ചെയ്യും. ശർക്കരയാണെങ്കിലും ഒക്കെ പെട്ടെന്ന് അതിൽ ഉരുകിച്ചേരും. നമുക്കൊരു 10 മിനിറ്റ് ധാരാളമാണ് ഈ ഒരു കറി ഉണ്ടാക്കാൻ. അപ്പോൾ ഇന്ന് തന്നെ മാങ്ങ ഉള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും, ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ ഇവിടുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ തുടർച്ചയായിട്ട് വീഡിയോസ് കാണുക കേട്ടോ. വെജിറ്റേറിയൻ റെസിപ്പീസാണ് കേട്ടോ നമ്മൾ കൂടുതലും ചാനലിൽ ചെയ്യുന്നത്. അപ്പം വെജിറ്റേറിയൻ റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്ലേലിസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ലഞ്ച് മെനു ആയിട്ടും അതിൻ്റെ ഒരുപാട് നമുക്ക് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. 50-ഓളം 60ഓളം വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് വെജിറ്റേറിയൻ ലഞ്ച് മെനു, അതായത് 3-4 കൂട്ടം കറികളും ചേർത്തുള്ള ഉച്ചയൂണ് റെസിപ്പീസ്. അതുപോലെ തന്നെ ഇപ്പം ചക്കയുടെയും മാങ്ങയുടെയൊക്കെ സീസണാണല്ലോ, ഇടിച്ചക്ക വെച്ചിട്ടും പഴുത്ത ചക്ക വെച്ചിട്ടും ഒക്കെ ഉള്ള ഒരുപാട് റെസിപ്പീസ് നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസിപ്പീസൊക്കെ ഒന്നെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഏത് റെസിപ്പി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഇമയാസ് ബ്യൂട്ടി മാജിക്, ഇപ്പോൾ പച്ചമാങ്ങ റെസിപ്പി ആണെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക, അപ്പോൾ കിട്ടുന്നതായിരിക്കും. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.